സിസ്പ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാപക ദിനമായി ബന്ധപ്പെട്ടൊരു ആശ്ലേൻ്റെ സ്കൂളിലൊരു പരിപാടി ഉണ്ട്, അത് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അധ്യാപക ദിനമാണ്. ശിശുഭർത്താക്കളുടെ ശിഷ്യരാണ് ഷമീർ ടീച്ചർ, പെരുമാഷ്. ബാക്കി ഓരോരുത്തരെയും ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ആദരിക്കുന്ന അധ്യാപകരെല്ലാം തന്നെ എൻ്റെ ഗുരുനാഥന്മാരായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആഹ്ലാദം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. പഠിപ്പിച്ച അധ്യാപകനെ പൊന്നാടി അണിയിക്കാനും അതുപോലെ തന്നെ ഇത്രയും മഹനീയമായൊരു വേദിയിൽ അവരോടൊന്നിച്ച് വേദി പങ്കിടാനും സാധിച്ചു എന്നത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളൊരു മരിച്ച അധ്യാപകൻ തന്നെയാണ്. 21 കൊല്ലം മുന്നേ മലയാളത്തെ പറ്റി ഭക്ഷണമാർ അധികം പറഞ്ഞു, അധികമൊന്നും പറയുന്നു. ഇന്ന് നമ്മുടെ വാനലോക നിരീക്ഷണം വരെ നടത്തുന്ന എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാകുന്ന ഗുരുനാഥനാണ്. ഒരു ഗുരുനാഥനിലൂടെ അല്ലാതെ അവരുടെ ജീവിത ക്രമം ചിട്ടപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനും കഴിയുന്നതിന് അധ്യാപകർ കൂടാതെ കഴിയുകയില്ല. സ്കൂളിൽ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞു. ഒരു ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. 33 കൊല്ലം ഇവിടെ പഠിപ്പിച്ചു. ഈ വിദ്യാലയത്തിന് അധ്യാപകനായി ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ട് ഇനി പോയാളാണ്. ഈ വിദ്യാലയം പണ്ടത്തെ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ പുതിയ ഹെഡ് മാസ്റ്റർ ചുറിയുറുക്കനായ വിനോദവാസികളുടെ നേതൃത്വത്തിൽ എല്ലാ രംഗത്തും കലാ കായിക പഠന രംഗത്തും നല്ല നിലവാരപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. 35 കൊല്ലവും 6 മാസവും ഞാൻ ഇവിടെ പഠിപ്പിച്ചു. 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ അധ്യാപകനായി ചേർന്നത്. 1974 കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സാഹചര്യം സ്കൂളിൽ പഠിപ്പിക്കുന്നതിനോ അനുകൂലമായിരുന്നില്ല. അത്രയും പട്ടിണി പാവങ്ങളായിരുന്നു ഈ നമ്മുടെ സ്കൂളിൽ ചുറ്റുമുള്ള ജനങ്ങള്. മാഷന്മാരെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് ആദ്യം വിളിച്ചിട്ട് ആരെല്ലാം വരാതെ നോക്കി കുട്ടികളുടെ വീട്ടിലേക്ക് പോയിട്ട് അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഷിജുവിനെ ഞാൻ പഠിപ്പിച്ചതാണ്. ഹരിമാഷ് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഷമീർ ടീച്ചർ, ഇവിടെ കുറെ ആളുകളുണ്ട് ഞാൻ പഠിപ്പിച്ച വ്യക്തിയുണ്ട്. അധ്യാപകന്റെ സമ്പത്ത് കേവലം നാണയത്തൊട്ടുകളല്ല, പൈസയൊന്നുമല്ല. ഉണ്ടാക്കുക അധ്യാപകന്റെ സമ്പത്ത് തന്റെ ശിഷ്യന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അദാനിയൊന്നുമല്ല, അംബാനിയോ അദാനിയൊന്നുമല്ല. ആരെന്നറിയോ? അധ്യാപകനം നമ്മുടെ മനസ്സിലെ അജ്ഞാനത്തെ നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം നൽകുന്ന ആൾനാണ്. അധ്യാപകരെ, കുട്ടികളെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ്. എല്ലാ അധ്യാപകർക്കും എന്റെയും കളക്ടറേറ്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചു.
മറഞ്ഞുപോയ ഗുരുഭൂതർക്ക് ഉള്ള ഓർമ്മയുടെ ഭാഗമാണ് നിങ്ങളുടെ ഈ സ്കൂളിന്റെ മുന്നിലുള്ള 2 മാവുകൾ. ഈ വിദ്യാലയത്തിന്റെ സ്ഥാപന മേധാവികളായ KC അനന്തൻ നമ്പ്യാരുടെയും ചന്തു നമ്പ്യാരുടെയും ഒക്കെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് അത് നിങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നേരത്തെ ഷിജു പറഞ്ഞതുപോലെ വളരെ വികാരപരമായ ഒരു ഇതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഗുരുവരനാണ് ഇവിടെ ഇരിക്കുന്ന ഇപ്പം നിങ്ങൾ കാണുന്ന മുഴുവൻ പേരും. അതുമാത്രമല്ല മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെന്റെ അധ്യാപകരുമാണ്, അതുപോലെ എന്റെ സഹപ്രവർത്തകരുമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെനാത്ത മാഷ് ഇന്നും നിങ്ങൾക്ക് പകർന്നു തരുന്ന കഥകളിലധികവും മാഷിന്റെ കഥകളാണ്. ഞാൻ പറഞ്ഞ സ്വർണ്ണപ്പണിക്കാരന്റെ കഥയും രാമായണത്തിന്റെ കഥയായാലും മഹാഭാരതത്തിന്റെ കഥയായാലും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഈ മാഷിയുടെ കഥ, ആ കുട്ടിക്കാലന്റെ കഥ എന്റെ മനസ്സിൽ നിന്ന് മാറി പോയിട്ടില്ല. രാമകൃഷ്ണ മാഷ് 5ാം ക്ലാസ്സിലെ മലയാള അധ്യാപകൻ. മാഷ് പാട്ട് പാടിത്തരുന്നത്, അർത്ഥങ്ങളൊക്കെ പഠിക്കണം, അർത്ഥങ്ങൾ കാണാപ്പാടായിരുന്നു പഠിപ്പിക്കുന്നതും എല്ലാവരും വായിക്കുന്നതും ഇന്നും എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതുപോലെ മാധവ മാഷ് സയൻസ് അധ്യാപകനായിരുന്നു 3ാം ക്ലാസ്സിൽ. നല്ലോണം ഭാഷയിൽ ശ്രദ്ധിച്ചിരിക്കുക, നല്ല അറ്റൻഷൻ വേണം മാഷിക്ക്, അത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് നല്ല അറ്റൻഷൻ അടിക്കുന്ന മാഷിന്റെ ക്ലാസ്സുകളൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ ബാലകൃഷ്ണ മാഷ് എന്റെ 1ാം ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു ബാലകൃഷ്ണ മാഷ്. മാഷും ഞങ്ങളും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. സുലോചന ടീച്ചർ വീട്ടിൽ നിന്ന് അത് കിട്ടിയപ്പോൾ ഞാനത് ചോദിച്ചു വാങ്ങി വീട്ടിൽ നിന്ന് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പുറകിൽ ഒട്ടിച്ചു വെച്ച ഫോട്ടോയിൽ ഇരിക്കുന്ന മാഷെ ഓർമ്മയില്ലേ? ആ അധ്യാപകൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ആ അധ്യാപകനെ കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, പൂർവ്വ അധ്യാപകരെ, കൂട്ടുകാരെ, നമ്മുടെ അലിഫ് അറബി ക്ലബിന്റെ അധ്യാപക ആദരമാണ് ഇവിടെ നടക്കുന്നത്. അലീഫ് അറബി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കുള്ള ആദരം നൽകുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് പൂച്ചെണ്ടുകൾ കൊടുത്തുകൊണ്ടാണ് ആദരിക്കുക. ഇത് ഷമീറ ടീച്ചറുടെ പ്രത്യേക ഐഡിയയുടെ ഭാഗമായിട്ട് പൂച്ചെടികൾ കൊടുത്തുകൊണ്ടാണ് ആദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സഞ്ജയിക്ക് ശേഷം ദീർഘകാല സ്കൂളിൽ പദ്ധതി കുട്ടികൾക്കുള്ള സമ്പാദ്യത്തിൽ ഇല്ലായിരുന്നില്ല. അപ്പൊ അതിന്റെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്, ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. സ്റ്റുഡൻസ് സേവിങ് സ്കീം എന്നൊരു പദ്ധതി അന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നമ്മൾ പഠിക്കുമ്പോൾ സഞ്ജയിക എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ ഷിജു 10ാം മൈൽ എന്നിവരെയും ഇവിടെ എത്തിച്ചേർന്ന PTA ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അർത്ഥം പഠിക്കാൻ തുടങ്ങി എല്ലാം നമുക്കില്ല, ഈ ചെറുപ്പത്തിലെല്ലാം സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.